ഹലോ എവരിവൺ, സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഹോസ്റ്റലിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ പോണ ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട്. ഞാനും അമ്മയും കൂടിയാണ് പോണത്. കണ്ടതിന്റെ മുടി കണ്ടോ, ഒരു വെറൈറ്റിക്ക് ഇങ്ങനെ കെട്ടിയതാ. ബട്ട് ഫുൾ സ്പ്രിങ് മാതിരി നിൽക്കുന്നുണ്ട്. 1 2 3. അപ്പൊ എന്തായാലും എന്റെ ചാനൽ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ഹലോ എവ്രിവൺ, അപ്പോൾ എല്ലാവരും ഇൻട്രോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് പാട്ടിട്ടിട്ടുള്ള ഇൻട്രോയും കാര്യങ്ങളൊന്നും ഇല്ല. അതിന് വേണ്ടി മാത്രം ഞാൻ അങ്ങനെ ഒരു വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ അതാ ഞാനും അമ്മയും വീട് ലോക്ക് ചെയ്തിട്ട് ഇറങ്ങുന്നുണ്ട്. ഒരു 10-12 ആയിട്ടുണ്ടാകും. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ പോകണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ അതൊന്നും പറ്റിയില്ല. ഓരോരോ എന്തായിട്ട് അങ്ങനെ ലാഗായി. അത് കഴിഞ്ഞിട്ട് ഉണ്ണിയില്ല കേട്ടോ ഞങ്ങളപ്പോൾ. ഞാനും അമ്മയും മാത്രമാണ് പോണത്. അവൻ ഇന്നത് ഫുട്ബോൾ കളിയോ കാര്യങ്ങളോ എന്തോന്നും ഉണ്ട് പറഞ്ഞിട്ട് അവൻ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രണ്ടുപേരും അപ്പോൾ പോയി. പിന്നെ ആദ്യം ഞാൻ നോക്കിയത് സ്റ്റേഷനറി സാധനങ്ങളും പിന്നെ ബാഗും കാര്യങ്ങളൊക്കെ കേട്ടോ. എനിക്ക് ബാഗ് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ബാഗിൻ്റെ സെക്ഷൻ ഞാൻ അവിടെ കളഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ ഇവിടുന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണം എനിക്ക് ഇഷ്ടപ്പെടണം, ചിലപ്പോൾ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ കുറേ സാധനങ്ങൾ ടൈം ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറേ ക്യൂട്ട് ഫ്ലവേഴ്സും ഈ നടരാജൻ്റെ സംഭവങ്ങളെല്ലാതും ഉണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ വീഡിയോസ് എടുക്കാൻ പറയുകയാണ് ഞാൻ അമ്മോട്. അമ്മ വീഡിയോ എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിച്ചും പിടിച്ചൊക്കെ എടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഇങ്ങനെ എടുക്കണമുണ്ടാവും. പിന്നെ ഞാൻ കുറച്ച് നോട്ട്ബുക്സ് മേടിച്ചു കേട്ടോ. അതാണ് പിന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. ബാഗിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ പിന്നെ അത് നടപടിയാവില്ല. അതുകൊണ്ട് ഞാനത് അവിടെ ഇട്ടിട്ട് പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ മേടിച്ചിട്ടായിരുന്നു. പിന്നെ ഒരു ബുക്കിൽ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഏതൊക്കെ വാങ്ങണം, എന്തൊക്കെ വാങ്ങണമെന്ന്. അല്ലെങ്കിൽ ഇത്രയും തോന്നുന്ന സാധനങ്ങളൊക്കെ നമ്മൾ മറന്നു പോവും, തലയിൽ നിൽക്കില്ല. കാരണം കുറേ മേടിക്കണ്ടേ. അപ്പോൾ എല്ലാം ഞങ്ങൾ ഇന്ന് തന്നെ മേടിച്ച് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു വിധം മേടിച്ച് ഒപ്പിച്ചു. ഇനിയുണ്ടായിരുന്നു കുറേ സാധനങ്ങൾ മേടിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് പിങ്കും പർപ്പിളും കളർ ബുക്ക്സ് നല്ല ഇഷ്ടപ്പെട്ടു. അത് ഞാൻ ആ കളർ എടുത്തത്. പിന്നെ അതിൻ്റെ വേറൊരു ചെറിയ ബുക്ക് എടുത്തത് ആണെങ്കിൽ യെല്ലോ കളറായിപ്പോൾ. യെല്ലോ എനിക്ക് ഫേവറേറ്റ് കളറൊക്കെ തന്നെയാണ്. അപ്പോൾ അതും അങ്ങനെ എടുത്തിട്ട് പിന്നെ അമ്മ പറയാൻ എടുത്തതൊക്കെ നീ ടിക്ക് ഇടുന്നു, ഞാനിത് ഏതൊക്കെ എടുത്തു എന്ന് എനിക്ക് എന്നിട്ട് കൺഫ്യൂഷനായി. അങ്ങനെ അത് കുറേ കഴിഞ്ഞിട്ട് പിന്നെ വേറെ എന്തൊക്കെയോ നോക്കുന്നുണ്ട്. ആ ഫയൽസാണ് ഇപ്പോൾ നോക്കണത് കേട്ടോ. എൻ്റെ ഫയലൊക്കെ പെട്ടെന്ന് നാശം. അപ്പോൾ ഞാൻ 2-3-4 ഫയലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയും ഞാനും ഓരോന്ന് എടുത്തിട്ടാണ് ഇത്ര ടൈം എടുത്തിട്ടാലും കഴിഞ്ഞത്. വീട്ടിൽ നിന്ന് 12 മണിക്ക് ഇറങ്ങിയിട്ട് പിന്നെ വീട്ടിലേക്ക് എത്തുന്നത് 6 മണി 6:30 പിന്നെ ഇതിൻ്റെ വ്ളോഗാണ് പിന്നെ ആയിട്ടുണ്ടായിരുന്ന ഒരു വൈകുന്നേരം അമ്മൂമ്മയുടെ വീട്ടിൽ പോയതും കാര്യങ്ങളൊക്കെ എല്ലാം ഒരു ദിവസത്തെയായിരുന്നു. ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അത് ആ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ബില്ലൊക്കെ ആക്കിയിട്ട് പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഹോസ്റ്റൽ വെയർ ഡ്രസ്സ് കുറച്ചും കൂടി എടുക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നതാണ് വേറൊരു ഷോപ്പിക്ക്. അവിടെ നിന്ന് ഞാൻ 2-3-4 ടോപ്പ് എടുത്തു കേട്ടോ. ഈ ഒരു കളർ ടോപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് എടുത്തതിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ പോയിട്ട് ഞാൻ ഷോർട്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അധികമൊന്നും ഇഷ്ടപ്പെട്ടില്ല കളറുകളൊന്നും. അപ്പോൾ അതൊക്കെ അവിടെ ഇട്ടിട്ട് പിന്നെ അവിടെ നിന്ന് ബില്ലാക്കിയിട്ട് പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ എന്തായാലും ഇതൊരു വിധം ആക്കിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ സാധനങ്ങൾ കുറച്ച് ഫ്രണ്ടിലും കുറച്ച് ബാക്കിലൊക്കെ പിടിച്ചിരുന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ എൻ്റെ മുടി ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കില്ല. അപ്പോൾ കെട്ടി വെച്ചാലും അതേമാതിരി പറക്കും. അതിനെക്കാട്ടും വേദം വിരുത്തിയിടണതാ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫൈഹാസ് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് കോളേജിലേക്ക് ഇടാൻ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കളർ കണ്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു ഇത് എന്തായാലും എടുത്തു. അങ്ങനെ ഞാൻ വെച്ച് നോക്കുകയാണ്. അപ്പോൾ ഇട്ടപ്പോൾ വെച്ച് നോക്കിയപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പോൾ അങ്ങനെ അതെടുത്തു. പിന്നെ അമ്മയ്ക്ക് നല്ല ഇഷ്ടമാവും ചെയ്തു. അങ്ങനെ 2-3 ടോപ്പ് അവിടെ നിന്ന് എടുത്തിട്ട് പിന്നെ എനിക്ക് വേറെ കുറച്ച് സാധനങ്ങൾ മേടിക്കാറുണ്ട്. ഫാൻസി കാര്യങ്ങൾ അങ്ങനെ ഓവറായിട്ടൊന്നും വാങ്ങില്ല. 2-3 സാധനം ക്ലിപ്പ്, പിന്നെ നെറ്റ്, ഹെയറിലിടുന്നത്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. പിന്നെ ഒരു മാല മേടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനൊരു മാലയും നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ മേടിക്കുന്നതുകൊണ്ട് ഒരുവിധം എല്ലാതും ഉണ്ട്. ഇനി പിന്നെ ആവശ്യമില്ലാണ്ട് കുറേ വാങ്ങിക്കൂട്ടാനുള്ള വെച്ചിട്ട് ഞാൻ അധികമൊന്നും മേടിച്ചിട്ടുണ്ടായില്ല. പിന്നെ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പ്ലേറ്റ്, ഗ്ലാസ് സംഭവങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് അവർ ഈ വീഡിയോയിൽ ഇല്ല. പിന്നെ ഞാൻ ഇവിടെ നിന്ന് എനിക്ക് കുറച്ച് സോപ്പും അതിൻ്റെ പേര് ഞാൻ മറന്നു. പിന്നെ ഞാൻ എന്തൊക്കെയാണ് മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിൽ തേക്കാൻ വേണ്ടി ഒരു ചെറിയ കുപ്പി എണ്ണ, പിന്നെ ഷവർ ജെല്ല്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ നോക്കിയെടുത്തു കേട്ടോ. എണ്ണ ഞാൻ അധികം ഇടാത്തതുകൊണ്ട് ഞാൻ കുറച്ചൊരു കുഞ്ഞി കുപ്പിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഷാമ്പു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ യൂസ് ചെയ്യണത് ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അതൊക്കെ മേടിച്ച് അവിടുന്ന് ബില്ലൊക്കെ ആക്കിയിട്ട് പിന്നെ ഞങ്ങൾ
അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പിന്നെ കുറച്ച് നേരത്തേക്ക് ഇത് നിർത്തി വെച്ചു. അപ്പോൾ ഉണ്ണിക്കിന്ന് ഫുട്ബോൾ കളിയുണ്ട്, അവനും എൻ്റെ ഫ്രണ്ട്സൊക്കെ തമ്മിൽ. അപ്പോൾ ഞങ്ങളിത് അങ്ങോട്ട് വന്നതാണ് കേട്ടോ. ആ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് പോയതാണ്, പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഫുഡ് പോലും കഴിച്ചിട്ടില്ല. അവൻ്റെ ഫ്രണ്ട് വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവനെ ഫുഡ് കഴിക്കാൻ വിളിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ അവൻ ഇല്ല, അവൻ ഫുട്ബോൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് കണ്ടു ഞങ്ങളെ പറഞ്ഞയച്ചു. അപ്പോൾ ഞാനും അമ്മയും എന്തായാലും ഒരു വിധം ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ട് ഞാൻ അതിൽ വേറെ എന്തൊക്കെയാണ് പറയേണ്ടത്, പക്ഷേ ഇതിൻ്റെ ബാക്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കണത്. അങ്ങനെ അമ്മ ഇതാ അവിടെ ക്ഷീണിച്ച് വലഞ്ഞിരിക്കണു, ഞാനും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇനിയും കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട്, അതപ്പോൾ വൈകുന്നേരമോ പിന്നെ കുറച്ച് ദിവസമായിട്ടൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡിന് വേണ്ടിയിട്ട് കുറച്ചധികം ടൈം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് ഇവിടുത്തെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ബാക്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ്, അതൊന്ന് ഇഗ്നോർ ചെയ്ത് കളയിട്ടോ. എപ്പോൾ വോയിസ് ഓവർ കൊടുക്കാനുള്ള ഓരോ വണ്ടിയോടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ഭയങ്കര ഒച്ചപ്പാടാണ്. ഈ വോയിസ് ഓവർ എടുക്കാൻ കൊണ്ടുപോയി മടിയാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു പെപ്സി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരെണ്ണം മേടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഉണ്ണിക്കുട്ടനെ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഉണ്ണിക്കുട്ടനെ അവൻ്റെ ഫ്രണ്ട്സിനും കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായി, എനിക്ക് പെപ്സി കുടിക്കാൻ തോന്നുന്നു. അപ്പോൾ പെപ്സി മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ചിരിക്കുമ്പോഴേക്കും നമ്മുടെ ബിരിയാണി വരുമല്ലോ എന്ന് വെച്ചിട്ട് ഫസ്റ്റ് കുടിച്ചപ്പോൾ അങ്ങനെ പെപ്സിയൊക്കെ കുടിച്ച് കഴിയുമ്പോഴേക്കും ബിരിയാണി വന്നിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. നമുക്ക് വിശന്നിരിക്കുമ്പോൾ എന്ത് ഫുഡ് കിട്ടിയാലും ഒടുക്കത്തെ ടേസ്റ്റിലുണ്ടാവുക, സാധാ ചോറ് കിട്ടുന്നതിന് ഒടുക്കത്തെ ടേസ്റ്റ്. അപ്പോൾ ബിരിയാണിയുടെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ഞാൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ചധികം റൈസ് എടുത്തിട്ടുണ്ടായി കേട്ടോ. അങ്ങനെ അച്ചാറും സാലഡൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നിൽക്കുകയാണ്. പിന്നെ സാലഡും അച്ചാറൊക്കെ ഞാൻ എടുത്തു, റൈസ് പിന്നെ അമ്മേനെ ഇട്ടുതന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഈ മാച്ചിൽ ഇവരുടെ ടീമിനാണ് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സൊക്കെ ബാക്കിലും സൈഡിലൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ അത്ര ഒരു ഷോർട്ട് വ്ളോഗാണ്. എന്തൊക്കെ സാധനങ്ങളാണ് എന്തൊക്കെയാണ് മേടിച്ചെന്നൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, എന്തെങ്കിലും പാക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്യും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.